إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ഒരു ജാഗ്രത നിത്യമായി നിതാന്തമായി വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതം ഒരിക്കലിങ്ങനെ പൊളിഞ്ഞങ്ങ് പോകുമ്പോൾ സമൂഹം, ആൾക്കാർ നമ്മെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നുണ്ടാകുക? ഇന്ന മനുഷ്യൻ അയാളുടെ ജീവിതം മുഴുവനും മറ്റുള്ളവരെ പറ്റിച്ച്, തോപ്പിച്ച്, വഞ്ചിച്ച്, മറ്റുള്ളവരെ കിട്ടുന്ന ചാൻസിലൊക്കെ കുറ്റം പറഞ്ഞ് വലിയ ശബ്ദകോലാഹലത്തിലും വലിയ ബഹളമയത്തിലുമായി ഒരു മനുഷ്യനങ്ങ് കഴിഞ്ഞുപോയി. അയാളെക്കുറിച്ച് അന്ന് മരണപ്പെട്ട ആ ദിവസങ്ങളിൽ ജനങ്ങൾ പിറുപിറുക്കുന്നത് എന്തായിരിക്കും? ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എമ്പാടും നന്മകൾ ചെയ്തു, കിട്ടുന്നവരെയൊക്കെ സഹായിച്ചു, ബന്ധങ്ങൾ കൂട്ടിയിണക്കി, ഭാര്യയോടും മക്കളോടും നല്ല രീതിയിൽ പെരുമാറി, അയൽവാസികൾക്കൊക്കെ നല്ല അഭിപ്രായത്തിൽ കഴിഞ്ഞുപോയി. ഒരു ദിവസം അയാൾ അങ്ങ് മരണപ്പെട്ടാൽ സമൂഹം അയാളെക്കുറിച്ച് പറയുന്നത് എന്തായിരിക്കും? ഇതിൽ ആരാകാനാണ് ഞാനും നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്നാമത് പറഞ്ഞ ആളാണോ, രണ്ടാമത് പറഞ്ഞ ആളാണോ? സഹോദരന്മാരെ, നമ്മുടെ ജീവിതം സുനിശ്ചിതമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, വലാത്ത മൂത്തുന്ന ഇല്ല വാന്തും മുസ്ലിമോ, നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടയാക്കരുത് എന്ന് വെച്ചാൽ ഒരു നിമിഷം അങ്ങ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ബാക്കിയാക്കാൻ വേണ്ടി പറ്റുന്നത്? പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശിയീൻ. അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു, നന്മകളിൽ അതിലെമ്പാടും വിരഹിക്കുന്നവരായിരുന്നു. ആര്? പ്രവാചകന്മാർ. ആർക്ക് വേണ്ടി? നാളെ പത്രത്തിൽ പേര് വരാൻ വേണ്ടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റെ പേരുണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവർ നല്ലത് പറയാൻ വേണ്ടി? അങ്ങനെയാണോ? അല്ല. നമ്മോടവർ ഭയന്നുകൊണ്ടും ആശിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരാണ്. നന്മയിൽ മുന്നേറാൻ ഇപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അള്ളാഹു ഇത് സ്വീകരിക്കണം. അവർ നമ്മിൽ ആരാണ്? ഭയഭക്തിയുള്ളവരാണ്, നമ്മെ പേടിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ അവർ നന്മകളിൽ മുന്നേറാണ്. എല്ലാ നന്മകളിൽ ആരുണ്ടാവും? പ്രവാചകന്മാരുണ്ടാവും. സമൂഹത്തിൽ അത്യാവശ്യമായ, അത്യന്താപേക്ഷിതമായ നന്മകൾ എന്തൊക്കെയാണ് അതൊക്കെ പ്രവാചകന്മാർ മുന്നിട്ടിട്ടുണ്ടാവും. നന്മകളിൽ അവർ മുന്നേറും. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറുന്നവരായിരിക്കണം ഒരു മുസ്ലിം എന്ന് പറയുന്നത്. ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നുണ്ട്, യാ മുഹമ്മദ്
ഏ മുഹമ്മദേ അൽ തദ്രി ഫീമാ യഹ്തസിമുൽ മലഉൽ അഅല, അത്യുന്നതകളിൽ മലക്കുകൾ എന്തിനാണ് തർക്കിക്കുന്നതെന്ന് താങ്കൾക്കറിയാമോ? എന്തിനാണ് മലക്കുകൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? ഖുൽതു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അറിയാം അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫീ ദറജാതി വൽ കഫാറാത്തി, അതേ പദവികളുടെ കാര്യത്തിലല്ലേ അവർ തർക്കിക്കുന്നത്, അതുപോലെ തന്നെ പ്രായശ്ചിത്തങ്ങളുടെ കാര്യത്തിലല്ലേ. അതെ, ഒരാള് അതിശൈത്യമായ ദിവസങ്ങളിൽ പോലും അയാൾ വുളു പൂർണ്ണമായി ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തെ അയാൾ പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ, അതായത് നന്മ, ഒരാൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അയാൾ എന്താണ്, അയാൾ വുളു ചെയ്ത് പള്ളിയിലേക്ക് നടന്നു വരികയാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ അയാളുടെ ചിന്ത മറ്റൊരു നിസ്കാരമായിരിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ പദവികളുടെ കാര്യത്തിലാണ് മലക്കുകൾ തർക്കിക്കുന്നത്. അവർക്കുള്ള പ്രായശ്ചിത്തം അല്ലെങ്കിൽ അവർക്കുള്ള പാപമോചനത്തിന്റെ കാര്യത്തിലാണ് മലക്കുകൾ തർക്കിക്കുന്നത്. ഇവിടെ പറഞ്ഞെന്താ, ഒരാൾ നിസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരാൾ കാത്തു സൂക്ഷിച്ചാൽ അയാള് നന്മയിലാണ് അയാൾ ജീവിച്ചു കഴിഞ്ഞു പോയത്, അയാൾ ഖൈറിലാണ് കഴിഞ്ഞു പോയത്. ഒരാൾ ഇത് കാത്തു സൂക്ഷിച്ചാൽ അയാള് നന്മയിലാണ് മരണപ്പെട്ടു പോയത്. അങ്ങനെ അയാൾ മരിച്ചു പോയാൽ അയാൾ ഒരു ഉമ്മ ജനിച്ച ദിവസത്തിലുള്ള കുട്ടി എങ്ങനെയാണോ അതുപോലെ ശുദ്ധമായ രീതിയിൽ എല്ലാ പാപങ്ങളും മായ്ച്ചു കളയുന്ന അവസ്ഥയിലുള്ളൊരു കുഞ്ഞായിരിക്കും. കാരണം അയാളുടെ ജീവിതം മുഴുവനും അയാൾ നന്മയിലാണ് ജീവിച്ചത്, അയാൾ മരിച്ചതാകട്ടെ നന്മയിലാണ് മരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വീണ്ടും വിളിച്ചു, യാ മുഹമ്മദ്, ഏ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലബ്ബൈക വസഅദൈക, ഞാനിതാ നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു, ഞാൻ വീണ്ടും നിന്നിൽ നിന്ന് സൗഭാഗ്യം കാണുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഖാല ഇദാ സല്ലൈത ഫഖുൽ, നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ താങ്കൾ ഇങ്ങനെ ചൊല്ലണം. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീൽ ഖൈറാത്ത്, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പ്രവർത്തനങ്ങളിലെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, എന്റെ പ്രവർത്തനങ്ങളിലെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വതർക്കൽ മുൻകറാത്ത്, എന്റെ പ്രവർത്തനങ്ങളിലെ തിന്മ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബുൽ മസാകീൻ, പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വൈദാ അർദത ബിഇബാദിക ഫിത്നതൻ ഫഖ്ബിൽനി ഇലൈക ഗൈറ മഫ്തൂൻ, നിന്റെ ദാസന്മാരിൽ ഏതെങ്കിലും പരീക്ഷണങ്ങൾ നീ നിശ്ചയിച്ചാൽ ആ പരീക്ഷണങ്ങൾ എന്നെ പിടികൂടുന്നതിന് മുമ്പ്, എന്നെ ബാധിക്കുന്നതിന് മുമ്പ് എന്നെ നീ പിടികൂടണമേ എന്ന കാര്യം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുകയാണ്, വദറജാതു, പദവികൾ എന്ന് പറഞ്ഞാൽ ഇഫ്ശാഉസ്സലാം, അത് സലാം ചെല്ലലാണ്. വഇത്ആമുത് തആം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കലാണ്. വസലാത്തു ബില്ലൈലി വന്നാസി നിയാം, അതെ, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി നിസ്കരിക്കലാണ്. അപ്പോൾ പദവികൾ, നന്മകൾ, അതിന് വ്യത്യസ്ത മുഖങ്ങളാണ്, വ്യത്യസ്ത ഭാവങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർക്കുകയാണ്. പദവികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജനങ്ങളോട് സലാം ചെല്ലലാണ്, അതുപോലെ തന്നെ ജനങ്ങളെ ഭക്ഷിപ്പിക്കലാണ്. രാത്രി എല്ലാ ജനങ്ങളും ഉറങ്ങുമ്പോൾ താങ്കൾ അല്ലെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കലാണ് എന്നാണ്. സഹോദരന്മാരെ, നന്മയുടെ ഭാവങ്ങൾ, മുഖങ്ങൾ, അത് പല ഭാവത്തിലായിരിക്കും, നമുക്ക് പറയാൻ വേണ്ടി സാധ്യമല്ല. അപ്പൊ നമ്മളൊരു മനുഷ്യനെ കണ്ടു, ഇത് പുഞ്ചിരിച്ച് സലാം ചൊല്ലി ജീവിതത്തിൽ ഇനി ഒരിക്കലും ആ മനുഷ്യനെ കണ്ടുകൊള്ളണമെന്ന് തന്നെ ഇല്ല. ഒരു മുസ്ലിമാണെന്ന് ഒരു വ്യക്തിയെ തോന്നി, അയാളോടൊന്ന് സലാം ചൊല്ലി ഒന്ന് പുഞ്ചിരിച്ച് ചിലപ്പോൾ ജീവിതകാലം മുഴുവനും നോക്കിയാലും ആ മനുഷ്യനെ കണ്ടുകൊള്ളണമെന്ന് തന്നെ ഇല്ല. ഒരു മനുഷ്യനെ പറ്റി അറിഞ്ഞു, അയാൾ ആശുപത്രിയിലാണ്, ഒന്ന് സന്ദർശിക്കുക, രോഗിയെ സന്ദർശിക്കുക. കാരണം ചിലപ്പോൾ ജീവനോടെ അയാളെ കണ്ടുകൊള്ളണം തന്നെ ഇല്ല. ഇന്നിപ്പോ രോഗവാർത്ത കേട്ടാൽ പിന്നെ അടുത്ത സമയം തന്നെ കേൾക്കുന്ന എന്താ? മരണവാർത്തയായിരിക്കും.
പെട്ടെന്ന് തന്നെയുള്ള മരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാം. ഇന്നൊരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, ഞാൻ അയാളുടെ മയ്യത്തിനെ ജനാസയെ അനുഗമിക്കണം, അയാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം. കാരണം ആ നിസ്കാരം നമ്മിൽ നിന്ന് മാഞ്ഞു പോയാൽ, നീങ്ങിപ്പോയാൽ പിന്നെ അയാൾക്ക് വേണ്ടി നമുക്ക് നിസ്കരിക്കാൻ വേണ്ടി സാധ്യമല്ല, അയാളുടെ മയ്യത്ത് നമുക്ക് അനുഗമിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ നന്മകളിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിമിന്റെ അടിസ്ഥാനപരമായ വിഷയമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സനാഇൽ മഅറൂഫി തഖിയ മസാരിസു, സൽപ്രവർത്തികൾ, നന്മകൾ മോശമായ മരണങ്ങളിൽ നിന്ന് നമ്മെ കാക്കുന്നു എന്നാണ്. നന്മകൾ, നമ്മുടെ ആധിക്യം, നമ്മുടെ നന്മയിലുള്ള പ്രവർത്തനത്തിന്റെ ആധിക്യം നമുക്ക് വരാൻ വേണ്ടി പോകുന്ന ചിലപ്പോൾ മോശമായ മരണങ്ങൾ ഉണ്ടാവാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് ചിലപ്പോൾ അവനെ മാറ്റിക്കളി. എന്തിന്? നമ്മുടെ നന്മകളിൽ മുന്നേറുകയാണെങ്കിൽ. അതെ, സദക്ക, രഹസ്യമായി ചെയ്യുന്ന സദക്കകൾ അല്ലാഹുവിന്റെ കോപത്തെ അതിജീവിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തേക്ക് എടുത്തുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുപോലെ തന്നെ വസിലത്തു റഹിമി സിയാദത്തു ഫിൽ ഉംർ, ഒരാൾ ചെയ്യുന്ന കുടുംബ ബന്ധം ചാർത്തൽ അയാളുടെ ആയുസിന്റെ വർധനവിന് അത് കാരണമായി തീരുന്നുവെന്നാണ്. വകുല്ലു മഅറൂഫിൻ സദഖ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നന്മകളെയും സദഖയാണ്. വഅഹ്ലുൽ മഅറൂഫി ഫി ദുനിയ അഹ്ലുൽ മഅറൂഫി ഫിൽ ആഖിറ, ദുനിയാവിലെ നന്മയുടെ ആൾക്കാർ തന്നെയാണ്, ദുനിയാവിലെ നന്മയുടെ ആളുകൾ തന്നെയാണ് ആഖിറത്തിലെ നന്മയുടെയും ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി എന്ന്. സഹോദരന്മാരെ, മറ്റൊരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൽ ഖൈറ ഖസായിൻ, തീർച്ചയായും നന്മകൾ അവ ഖജനാവുകളാണ്. വതിൽകൽ ഖസായിനി മഫാത്തിഹ്, ആ ഖജനാവുകൾക്ക് താക്കോലുണ്ട്. ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ താക്കോലും തിന്മയുടെ പൂട്ടുമാക്കിയത്, അവർക്ക് തൂബയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വവൈലുൽ ലിഅബ്ദിൻ ജഅലഹു അല്ലാഹു മിഫ്താഹ ലിശർ വമിഗ്ലാഖൻ ലിൽഖൈർ, ആരെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മയുടെ താക്കോലും നന്മയുടെ പൂട്ടുമാക്കിയത്, അവർക്ക് നാശമുണ്ട് എന്നാണ്. സഹോദരന്മാരെ, നന്മകൾ ചെയ്യുന്നവർക്ക് തൂബയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. തൂബ എന്ന് പറഞ്ഞാൽ ഷജറത്തുൽ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിലൊരു വൃക്ഷമാണ്. മസീറത്തും മിയത ആമിൻ, 100 വർഷത്തെ വഴിദൂരമാണ് അതിന്റെ വലുപ്പം. അതുപോലെ തന്നെ സിയാബു അഹ്ലിൽ ജന്നത്തി തഖ്റുജു മിൻ അക്മാമിഹാ, സ്വർഗ്ഗവാസികളുടെ വസ്ത്രം അതിന്റെ പൂമൊട്ടയിൽ നിന്നാണ് പുറത്തെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നന്മകൾ എമ്പാട് ചെയ്യുന്നവർക്ക് എന്തുണ്ട്? തൂബയുണ്ട്. ആ തൂബ എന്താണ്? അത് സ്വർഗത്തിലെ ഒരു വൃക്ഷമാണ്. 100 വർഷത്തെ വഴിദൂരമാണ് അതിന്റെ വലുപ്പം. സ്വർഗവാസിയുടെ വസ്ത്രം അതിന്റെ പൂമൊട്ടുകളിൽ നിന്നാണ് പുറത്തെടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, അതുപോലെ തന്നെ രാവിലെയുള്ള ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എപ്പോഴും തിരക്കിലാണ്. ഒന്നിനും നമുക്ക് സമയമില്ല. ഒന്നും ചെയ്യാൻ, ഒന്ന് സന്ദർശിക്കാൻ, രോഗിയെ സന്ദർശിക്കാൻ, ഒരു മരണ വീട്ടിൽ പോകാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നന്മകളിൽ നമ്മൾ മുന്നേറാൻ നമുക്കൊന്നും തന്നെ സമയമില്ല. നമ്മൾ എപ്പോഴും ബിസിയിലാണ്, നമ്മൾ തിരക്കിലാണ്. അവസാനം നമ്മുടെ അന്ത്യം എങ്ങനെയാണ് അത് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും നന്മകളിൽ വ്യാപൃതരാകാൻ നമ്മൾ സമയം മനഃപൂർവ്വം ചികഞ്ഞെടുത്ത് കണ്ടെത്തേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസയ്യിയാത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളും തിന്മകളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുമ്മ ബയ്യൻ, എന്നിട്ട് അവൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് നന്മകൾ, എന്താണ് തിന്മ, അത് കൃത്യമായി അവൻ രേഖപ്പെടുത്തി കഴിഞ്ഞു, അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് അയാളത് നന്മ ചെയ്തു എങ്കിൽ ആ ചെയ്ത വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പരിപൂർണമായ രീതിയിൽ എന്താണ് പ്രതിഫലം കൊടുക്കുന്നത് എന്നാണ്. അതായത് ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അല്ല, അവനത് പ്രാവർത്തികമാക്കിയിട്ടില്ല,
ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷെ അവന്റെ ഉദ്ദേശം എന്താണ്? നന്മയാണ്. എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരു നന്മ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. അതായത് ഒരാള് നന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, എന്നിട്ട് അയാൾ നന്മ ചെയ്തു എങ്കിൽ അയാൾക്ക് 10 നന്മകളുടെ പ്രതിഫലം, അല്ലെങ്കിൽ 700ഓളം വരുന്ന നന്മകളുടെ പ്രതിഫലം, അതും അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി, അല്ലെങ്കിൽ അതിനപ്പുറമുള്ള അനേകം മടങ്ങുകൾ ഇരട്ടിയായും നന്മകളായി അയാൾക്ക് രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. അപ്പൊ നമ്മുടെ ഒരു സഹോദരന്റെ ആശുപത്രിയിലുണ്ട്, ഒന്ന് സന്ദർശിക്കണമെന്ന് നമുക്ക് തോന്നി, പക്ഷെ എന്തോ തിരക്കിൽ അന്ന് സന്ദർശിക്കാൻ വേണ്ടി സാധിച്ചില്ല. എങ്കിൽ പോലും അയാൾക്കൊരു നന്മ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. ആ സഹോദരനെ കണ്ട് ആശുപത്രി സന്ദർശിച്ച ചിലപ്പോൾ ആ സന്ദർശിച്ചതിന്റെ 10 ഇരട്ടി പ്രതിഫലം നമ്മുടെ മേൽ രേഖപ്പെടുത്തി വെക്കും, അല്ലെങ്കിൽ 700ഓളം മടങ്ങ് നന്മകൾ രേഖപ്പെടുത്തി വെക്കും, അതല്ലെങ്കിൽ അതിന്റെ ഇരട്ടി, അതല്ലെങ്കിൽ അതിന് അപ്പുറമുള്ള ധാരാളം ഇരട്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്ര നമ്മുടെ നിയ്യത്തിനനുസൃതമായി അവൻ രേഖപ്പെടുത്തി വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ ഹമ്മ ബിസയ്യത്തിൻ ഫലം യഅമൽഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു ഹസനത്തൻ കാമില. ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, വേറെ നിങ്ങൾ വൃത്തികേട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, അയാൾ ഇത് ചെയ്തില്ല, എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നന്മ രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. ഒരാൾ തിന്മ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചു, പക്ഷെ അയാൾ ചെയ്തില്ല, പക്ഷെ അയാൾക്ക് അത് നന്മയാണ്. തിന്മ ചെയ്താലോ അയാൾക്കൊരു തിന്മ മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുകയുള്ളൂ. അവിടെ അതിന് ഇരട്ടിയില്ല, അതിന് ഡബിളില്ല. തിന്മക്ക് ഒരു തിന്മ മാത്രം, എന്നാൽ നന്മയ്ക്കോ ധാരാളം ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നഹു ഖുലിക കുല്ലു ഇൻസാനിൻ മിൻ ബനി ആദമ അലാ 60 വല 300 മഫ്സിലിൻ. അതായത് തീർച്ചയായും ആദം സന്തതികളിൽ ഓരോ മനുഷ്യനും 360 സന്ധികൾ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ആരെങ്കിലും ഒരു മനുഷ്യൻ ഫമൻ കബ്ബറല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു, വഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, വഹല്ലലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു, വസബ്ബഹല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു, വസ്തഗ്ഫറല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു, വഅസല ഹജറൻ അൻ തുരീഖിൻ നാസ്, ജനങ്ങളെ ഉപദ്രവിക്കുന്ന വഴിയിലുള്ള കല്ലോ മറ്റോ അയാൾ നീക്കി, ഔ ശൗക്കത്തൻ ഔ അലമൻ അൻ തുരീഖിൻ നാസ്, അല്ലെങ്കിൽ മുള്ളോ എല്ലോ എടുത്തു മാറ്റുക, അങ്ങനെ മാറ്റി വെച്ചു. അയാൾ നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അങ്ങനെ നന്മകൾ ചെയ്യുന്നവർക്ക് അയാളുടെ സന്ധികളുടെ എണ്ണം 360 ആണെങ്കിൽ ആ 360 എണ്ണം എത്തിയാൽ അവന്റെ ശരീരത്തെ നരകത്തിൽ തെറ്റിച്ചുകൊണ്ടാണ് ആ ദിവസം അവൻ നടന്നു നീങ്ങുന്നു എന്നാണ്. അതായത് ഒരാളെ കണ്ടു, ഒരു മുസ്ലിമിനെ കണ്ടു, ഒന്ന് പുഞ്ചിരിച്ചു. ചിലക്കൊക്കെ ചിരിക്കാൻ തന്നെ മടിയ സഹോദരന്മാർ, കണ്ടാ ഇങ്ങനെ മുഖം തെറ്റിക്ക. എന്നാൽ ഒരു സഹോദരൻ, മുസ്ലിമായ സഹോദരനാണ് മുന്നിലൂടെ വരുന്നത്, ഒരു മുസ്ലിമാണെന്ന് വ്യക്തമായ ഒരു സഹോദരനെ കണ്ട ഒന്ന് പുഞ്ചിരിക്കുന്നതിന് എന്താ പ്രശ്നം സഹോദരന്മാരെ? പല ചിരി പോലും നമ്മൾ ഇന്ന് വരുന്നില്ല. ഒരു അമോഷനെ കാണുകയാണ്, ഭാര്യയുടെ പിതാവാണ്, ഒന്ന് ചിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. അളിയനെ കണ്ടാൽ ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല. സഹോദരന്മാരെ, പുഞ്ചിരി സദക്കയാണ്, അതിൽ പുണ്യമുണ്ട്, അത് നന്മയുണ്ട്. ഒന്ന് സലാം ചൊല്ലിയാലോ, അതിൽ നന്മയുണ്ട്, എത്രയോ മടങ്ങ് പ്രതിഫലമാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ 10 നന്മകളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ 20 നന്മയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാലോ 30 നന്മയാണ്. സഹോദരന്മാരെ, അങ്ങനെ സലാം ചൊല്ലുകയാണ്, ഒരു അസ്തദാനം ചെയ്യാണ്, കൈ കൊടുക്കുകയാണ്. എന്താണ് പ്രയാസം? ഒരു പ്രയാസപ്പെടുമില്ല. നമ്മുടെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരൻ ഒരു വിഷമകരമായ അവസ്ഥയിലാണ് നീങ്ങുന്നത്, അയാളെ കുറച്ച് സഹായിക്കുക, അല്ലെങ്കിൽ സഹായിക്കുന്ന വഴികൾ തുറന്നു കൊടുക്കുക. അതിലെന്താണ്? അതിൽ നമുക്ക് നന്മയാണ്. ഒരു രോഗിയെ സന്ദർശിക്കുക, ഒരു ജനാസയെ അനുഗമിക്കുക, ഒരാളെ ഭക്ഷണമില്ലാതെ കഴിയുന്ന ഒരു അമുസ്ലിം സഹോദരൻ നമ്മുടെ അയൽവക്കത്തുണ്ട്, അല്ലെങ്കിൽ മറ്റു വിഷമത്തിൽ കഴിയുന്ന ഒരു കുടുംബം നമുക്കുണ്ട്, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കിറ്റ് എത്തിക്കുക, മറ്റു രീതിയിൽ അവരെ സഹായിക്കുക. ഇതിലൊക്കെയും എന്താണ്? നന്മകളാണ് സഹോദരന്മാർ. ഇങ്ങനെ ഒരു മനുഷ്യൻ 360 എണ്ണം അവൻ നന്മ ചെയ്ത് കഴിഞ്ഞാൽ
അവന്റെ ശരീരം നരകത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ടാണ് അവൻ നടന്നു നീങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരന്മാരെ, നന്മക്ക് പല മുഖങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് കടം വാങ്ങിയ മനുഷ്യന്മാരുണ്ടാവും. ചിലപ്പോൾ അയാൾക്ക് അത് തരാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അയാൾ കിണഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ടും സ്വന്തം ജീവിത ചെലവുകൾ വട്ടി മുട്ടി ഇങ്ങനെ തീർക്കാൻ എന്നല്ലാതെ മറ്റുള്ളവരെ കടം തീർക്കാൻ വേണ്ടി പറ്റാത്ത മനുഷ്യന്മാരുണ്ട്. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട്, നമ്മുടെ ജീവിത ചെലവുകളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ കടം വാങ്ങിയ മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്താണ്, ഇളവുകൾ കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറുഹു അൻ യുൻജി അല്ലാഹു മിൻ ഖുർബി യൗമിൽ ഖിയാമ ഫൽയുനഫിസ് അൻ മുഹ്സിനിൻ ഔ യലഅൻ. ആരെങ്കിലും അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് സന്തോഷിക്കുന്നെങ്കിൽ കടം വാങ്ങിയ ഞെരുക്കക്കാരന് ആശ്വാസം നൽകട്ടെ, അല്ലെങ്കിൽ കടം വിട്ടുകൊടുക്കട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. കാന റജുലുൻ യുദായിനു നാസ് ഫകാന യഖൂൽ ലിഫത ഇദാ ആതീത മുഹ്സിനൻ ഫതജാവസ് അൻഹു. അതായത് ജനങ്ങൾക്ക് കടം കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പൊ കടം കൊടുക്കുന്ന മനുഷ്യൻ അയാളുടെ ഉദ്യോഗസ്ഥനോട് പറയും, കടം കൊടുത്താൽ അയാൾക്ക് തിരിച്ചു വാങ്ങുന്ന സമയത്ത് അയാൾക്ക് പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിൽ നീ തിരിച്ചൊന്നും വാങ്ങണ്ട, കുറച്ചേരി ഇളവ് കൊടുത്തോ, കാരണം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ എന്നുള്ള ഇളവിനെ ഞാൻ പ്രതീക്ഷിക്കുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുമുട്ടി അള്ളാഹു എന്നുള്ള ഇളവുകൾക്ക് അയാൾ അർഹനായി എന്നാണ്. അത് സഹോദരന്മാർ, ഇതൊക്കെയും നന്മകളാണ്. ചില ആൾക്കാരുണ്ട് കടം വാങ്ങി മറ്റേ ആൾ വാങ്ങി, പക്ഷെ ഇയാൾക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ല, എങ്കിൽ പോലും ആ വാങ്ങിയ മനുഷ്യനെ വല്ലാത്ത ദ്രോഹിക്കുക, ഉപദ്രവിക്കുക, ഇങ്ങനെ ശല്യം ചെയ്യുക. അയാളാകട്ടെ ഇയാളുടെ കടം എങ്ങനെങ്കിലും ചെയ്ത് വീട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളിന് വേറെ രൂപത്തിൽ കടം വാങ്ങിയിട്ടോ ഇയാൾക്ക് വിട്ടുകൊടുക്കും. സഹോദരന്മാരെ, കടം വാങ്ങിയവർക്ക് എളുപ്പം അല്ലെങ്കിൽ പ്രയാസത്തിൽ നിന്ന് അയാൾ ഒരു ആശ്വാസം നൽകുക എന്നത് വലിയ മഹത്തരമായ പുണ്യകരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരാൾ രാവിലെയായി, നമ്മളൊക്കെ അശ്രദ്ധയിലാണ്. ഇപ്പൊ നമുക്കറിയാം എത്രയെത്ര ആക്സിഡന്റ് മരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. എത്രയെത്ര ദുർമരണങ്ങൾ പോലെ തോന്നിപ്പിക്കുന്ന പല മരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമുക്ക് പോലും ആശ്ചര്യമാകുകയാണ്. ഇന്നലെ കണ്ട സഹോദരനെ ഇന്ന് കാണാൻ വേണ്ടി പറ്റുന്നില്ല. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഖാല ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഇൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ആരെങ്കിലും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മി ശൈഇൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ യാതൊരു ഉപദ്രവവും വരുത്തുകയില്ല, അങ്ങനെയുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനും ആകുന്നു എന്ന് 3 തവണ പറഞ്ഞാൽ, വൈകുന്നേരം പറഞ്ഞാൽ നേരം പുലരുന്നത് വരെ പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും അയാൾക്ക് ബാധിക്കുകയില്ല. അയാൾ രാവിലെ പറഞ്ഞാലോ വൈകുന്നേരം വരെയുള്ള പെട്ടെന്നുള്ള ഒരു പരീക്ഷണവും വൈകുന്നേരം പറഞ്ഞാൽ രാവിലെ വരെയുള്ള പെട്ടെന്നുള്ള ഒരു പരീക്ഷണം അയാൾക്ക് ബാധിക്കുകയില്ല. രാവിലെ പറഞ്ഞാലോ വൈകുന്നേരം വരെയുള്ള ഒരു പരീക്ഷണവും ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ഒരിക്കലും ഇമാം മാലിക് റഹിമഹുള്ളാഹിക്ക് ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പൊ അദ്ദേഹത്തോട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എല്ലാ ഇമാമേ, എല്ലാ ഉസ്താദെ, നിങ്ങൾ ഈ സിക്ർ ചെല്ലാൻ വേണ്ടി മറന്നുപോയോ? എന്താണ് നിങ്ങൾ ഈ സിക്ർ ചൊല്ലിയിട്ടില്ല? അവരുടെ യക്കീനിന്റെ ഫലമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ അത് ചൊല്ലാൻ വേണ്ടി മറന്നുപോയെന്നാണ്. സഹോദരന്മാർ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം സിക്റുകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രായോഗികവൽക്കരിക്കാൻ വേണം. അതിലൊക്കെ നന്മകളാണ്, അതിലൊക്കെ പുണ്യമാണ്. അപ്പൊ അതൊക്കെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം സഹോദരന്മാരെ? നമ്മൾ പ്രത്യേകമായ ശുഷ്കാന്തി കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് കാണുന്ന സഹോദരന്മാരുണ്ടാവും, ആ സഹോദരന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഇപ്പൊ നമ്മളിപ്പോ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, എന്തെല്ലാം സുഖം തന്നെ, ആ സുഖം തന്നെ. എന്താണ്, മകൾക്ക് കുറച്ച് പ്രശ്നമാണ്, നമ്മൾ കുറച്ച് ഗുരുതരമായ അവസ്ഥയിലാണ് തന്നെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ പ്രദാനം ചെയ്യും പറയട്ടെ. അപ്പൊ അയാൾ അങ്ങ് പോയി. അപ്പൊ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പഠിച്ചവനെ അയാളുടെ ദുരിതങ്ങൾ, അയാളുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കളയണമേ. അല്ലെങ്കിൽ അയാൾക്ക് എന്തോ ഒരു മാനസികമായ ഒരു അസ്വസ്ഥതയുണ്ട്, നമുക്കറിയില്ല, അയാളത് പറയുന്നില്ല. അപ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുക? ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീ ബിദഹറിൽ ഗൈബ്. ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നു, മുസ്തജാബ, അതിന് ഉത്തരം കിട്ടുമെന്ന. നമ്മുടെ സഹോദരൻ, ആ സഹോദരന് വേണ്ടി മറ്റൊരു മുസ്ലിം പ്രാർത്ഥിക്കുകയാണ്, അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്.
കുല്ലമാ ദാലി അഖീ ബിഖൈർ ഖാലൽ മലക്കുൽ മുവക്കിൽ ബി ആമീൻ വലക ബിമിസ്ൽ. അതായത് നമ്മുടെ തലക്ക് മേലെയുള്ള മലക്കുണ്ട്. മലക്ക് എന്താണെന്നറിയോ? നമ്മൾ ഏത് സമയത്താണ് നമ്മുടെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോഴൊക്കെ ആ മലക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും എന്താണ്? അതുപോലെ നിനക്കും ഉണ്ടാകട്ടെ, നീ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടെ, നീ പ്രയാസങ്ങളിൽ നിന്ന് മാറട്ടെ, നീ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മാറട്ടെ. നമ്മുടെ തലക്ക് മേലെയുള്ള മലക്ക് ആമീൻ പറഞ്ഞ് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ആ മലക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ജീവിതത്തിൽ നന്മകൾ എമ്പാടും നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എൻ്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ എത്ര എണ്ണമാണ് എന്ന് ചോദിച്ചു. സഹാബിയോട് ചോദിക്കുകയാണ്, മാ തഅദൂന ഷഹീദ ഫീക്കും. നിങ്ങൾക്കറിയോ നിങ്ങളിൽ ഷഹീദിനെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മുടെ സമൂഹത്തിലെ ഷഹീദുകളെ, ശുഹദാക്കളെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് ചോദിച്ചു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരാണ് കൊല്ലപ്പെട്ടത് അവൻ ഷഹീദാണ്, അവൻ ഷഹീദാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീലും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മത്തിലെ ശുഹദാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞു പോകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹാബികൾ വീണ്ടും ചോദിക്കുകയാണ്, ഫമൻ ഹും യാ റസൂലല്ലാഹ്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞു പോകുമെങ്കിൽ അങ്ങനെ കൂടുതലുള്ള വിഭാഗം അവരാരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരാണ് ഷഹീദായത് അവൻ ഷഹീദായത് തന്നെയാണ്. പക്ഷേ വമൻ മാത ഫീ സബീലില്ലാഹി ഫഹുവ ഷഹീദ് വമൻ മാത ഫീ തഊനി ഫഹുവ ഷഹീദ്. ആരാണ് താഗൂൻ, പ്ലേഗ് രോഗം അതുപോലുള്ള പകർച്ചവ്യാധികൾ ബാധിച്ചുകൊണ്ട് മരിക്കുന്നത് അവൻ ഷഹീദാണ്. വമൻ മാത ഫിൽ ബത്നി, ആരെങ്കിലും ഉദര രോഗം ബാധിച്ചുകൊണ്ടാണ് മരിക്കുന്നെങ്കിലോ അവനും ഷഹീദാണ്. ഫഹുവ ഷഹീദ്. ഖാല വൽ ഖരീഖു ഷഹീദ്. ആരെങ്കിലും വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവനും ഷഹീദാണ് എന്നാണ്. തീർത്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊക്കെ പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ഒരാൾ തന്റെ സമ്പത്തിന് വേണ്ടി കൊല്ലപ്പെട്ടു, അയാൾ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്. ഒരാൾ തന്റെ ദീനിന് വേണ്ടി കൊല്ലപ്പെട്ടു, ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, ഒരു പള്ളി സംരക്ഷിക്കാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുകയായിരുന്നു, അയാൾ കൊല്ലപ്പെട്ടു, അയാൾ ഷഹീദാണ്. വമൻ ഖുതില ദൂന ദമി ഫഹുവ ഷഹീദ്. ഒരാൾ തന്റെ രക്തം സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടു, അയാൾ ഷഹീദാണ്. വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. ഒരാൾ തന്റെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടി, മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി, തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ടു, അയാൾ എന്താണ്? അയാൾ ഷഹീദാണ് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ സഅലല്ലാഹു ഷഹാദത ബിസ്ദിഖിൻ ബല്ലഗല്ലാഹു മനാസില ശുഹദാ വഇൻ മാത അലാ ഫിറാശി. ഒരാൾ സത്യസന്ധമായി അള്ളാഹുവിനോട് ഷഹാദത്ത് തേടിയാൽ അള്ളാഹു അയാളെ രക്തസാക്ഷികളുടെ സ്ഥാനമാനങ്ങളിൽ എത്തിക്കും. അയാൾ തന്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും ശരിയാണ്. ഇത് പറഞ്ഞെന്താ? ശുഹദാക്ക് മഹത്തായ ഫضലാണുള്ളത്. മൻതലബ ഷഹാദത സാദിഖൻ ഉർദിയ വലൗലം നുസ്തുസിബുന്ന് കാണാം. ഒരാള് രക്തസാക്ഷിത്വം സത്യസന്ധമായി തേടിയാൽ അയാൾക്കത് രക്തസാക്ഷ്യത്തിന്റെ പ്രതിഫലം നൽകപ്പെടും, അയാൾ രക്തസാക്ഷിയായിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഷഹീദാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഷഹീദാൻ വേണ്ടി പ്രാർത്ഥിക്കേ. നമ്മൾ ഷഹീദായിട്ടില്ല, ഈ പറഞ്ഞ ഗണത്തിലൊന്നല്ല, നമ്മൾ വിരിപ്പിൽ കിടന്നാണ് മരിക്കുന്നതെങ്കിലും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയാൾക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. സഹോദരന്മാരെ, അതുപോലെയുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ നന്മകളൊക്കെ പ്രാവർത്തികമാക്കി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകുമ്പോൾ രണ്ടാള്, നമ്മൾ നല്ല മനുഷ്യനായിരുന്നു, അയാൾ പാവങ്ങളെ സഹായിക്കുന്ന ആളായിരുന്നു, നല്ല സൽസ്വഭാവത്തിന്റെ ഉടമയായിരുന്നു, ഏറ്റവും നല്ല
നല്ല രീതിയിൽ വർത്തമാനം പറയുന്ന ആളായിരുന്നു, സത്യം പറയുന്ന ആളായിരുന്നു എന്ന് ജനങ്ങൾ നമ്മൾ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു അടുക്കലും നമ്മളെ കുറിച്ച് കാത്തിരിക്കുന്നത് അവിടെ നന്മയാണെന്നാണ്. എന്നാൽ ജനങ്ങൾ മൊത്തം നമ്മൾ വെറുത്ത് കുറ്റം പറഞ്ഞ് കുറവുകൾ തീണ്ടി മോശം പറഞ്ഞ രൂപമാണ് നമുക്ക് സമ്മാനിക്കപ്പെടുന്നെങ്കിൽ അതിന്റെ പ്രതിഫലവും എന്ന് പറയുന്നത് തിരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അവസരത്തിൽ നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ അതിലൊക്കെ മുന്നേറുക, അതിനുള്ള ഒരു വ്യക്തിയായി മാറട്ടെ ഒരു യഥാർത്ഥ മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം, തൗഹീദിൽ അധിഷ്ഠിതമാക്കി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സുന്നത്തിനോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക. ഏതൊക്കെ വൃത്തികേടുകൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകളുണ്ടോ സമൂഹത്തിൽ അതൊക്കെ വർജിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ധൂർത്തും കൈയൊഴിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കാനവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. സത്യസന്ധമായും ഈമാനോട് കൂടിയും ഇഖ്ലാസോട് കൂടിയും പ്രതിഫലിച്ചോട് കൂടിയും കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോർച്ചുമൊട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലും മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അതുപോലെ തന്നെ മരണത്തിൻ്റെ അവസ്ഥകളിൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ എന്നിവയ്ക്ക് തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും നീ ഇസ്തിഖാമത്തും ഇഖ്ലാസും പ്രദാനം ചെയ്യണമേ. മരിച്ചു പോഴുക മുഴുവൻ വിശ്വാസികളെയും വിശ്വാസിനികളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോട് കൂടി നീ ഒരുമിച്ച് കൂട്ടണമേ. നാളെ സ്വർഗത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയൽവാസിയായി ലഭിക്കാനുള്ള ഉത്തമമായ മഹാഭാഗ്യം അല്ലാഹുവേ നമുക്കേവർക്കും നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, ദുരിതം അനുഭവിക്കുന്ന ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണമേ. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണമേ. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ നീ സഹായിക്കണമേ. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളെയും നീ സഹായിക്കണമേ. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളെയും വ്യക്തമായ ശത്രുക്കളായ ജൂതന്മാരെയും മറ്റും നീ പരാജയപ്പെടുത്തണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ